ഹലോ സാർ. എന്തായിടോ? ഒരു 10 മിനിറ്റ് സാർ. അവൻ ഇപ്പൊ തന്നെ അറസ്റ്റ് ചെയ്യും. വേണ്ട. ഇല്ല സാർ, നമ്മുടെ ടീമോടെ എത്തി. വേണ്ടടോ, എനിക്ക് പരാതിയില്ലെന്നേ. അല്ല സാർ, അത് തൽക്കാലം ഒരു ആക്ഷനും എടുക്കണ്ട. സ്റ്റീവൻ. സാർ. അറസ്റ്റ് വേണ്ട. ഓക്കെ സാർ. ഈ വക തോന്നിയാസങ്ങളൊക്കെ ചെയ്ത അകത്ത് കിടക്കുമെന്നറിയില്ലേ? പിന്നെ എന്ത് ചെയ്യണം സാറേ? ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാർക്ക് സ്വന്തം നാട്ടിൽ സമാധാനത്തോടെ ജീവിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എന്താ ചെയ്യേണ്ടത്? കേരളത്തിലെ 3.25 കോടി ജനങ്ങളും കൂടി ഇങ്ങനെയൊക്കെ ചെയ്താ ഞാനെന്ത് ചെയ്യും? എന്താ എനിക്ക് പറയാനുള്ളത്? പറ. വിദേശത്ത് പോകാൻ ഒട്ടും താല്പര്യമില്ലാത്തതുകൊണ്ടാണ് സാർ ഒരുപാട് കഷ്ടപ്പെട്ട് ഞാൻ നമ്മുടെ നാട്ടിലൊരു സംരംഭം തുടങ്ങിയത്. പക്ഷെ ഇവിടെ എനിക്ക് വേണ്ടി കൂട്ടുകാർക്ക് നേരിടേണ്ടി വന്നത്. ഈ സ്ഥലത്തിന് ഒരു പരാതി കിട്ടിയിട്ടുണ്ട്. ഈ കേസ് ഞാൻ ഡീൽ ചെയ്ത് തരാം. വില്ലേജിൽ നിന്ന് നോട്ടീസ് വന്നിട്ടുണ്ട്. പിന്നെ ഇച്ചിരി ചിക്കിള് കൂടി കൊടുത്താ കഞ്ചാവിനുണ്ടോ? ഞങ്ങളെ പറയുന്നേ നടക്കും. ഒരുപക്ഷെ ഇത്തരം കാര്യങ്ങൾ സാറിന് മുമ്പിൽ എത്തുന്നില്ലായിരിക്കാം. ഇതിനേക്കാളൊക്കെ അപ്പുറം സാർ ഉറപ്പായിട്ടും അറിയേണ്ട വലിയൊരു വിഷയമുണ്ട്. സാറിന്റെ മകൾക്ക് ഇപ്പം എത്ര പ്രായമുണ്ട്? 23. ആ പ്രായത്തിലൊരു കുട്ടിയാ. എൻ്റെ പേര് ജ്യോതി. പത്തനംതിട്ടയിലാണ് വീട്. എൻ്റെ വീട്ടില് അച്ഛനും അമ്മയും ഒരു അനിയത്തിയുണ്ട്. ഞാൻ UK-ലായിരുന്നു. 2 വർഷം മുന്നേ വരെ PSC എഴുതിയിരുന്നു. റാങ്ക് ലിസ്റ്റിൽ പേരൊക്കെ ഉണ്ടായി. അന്ന് എൻ്റെ വീട്ടിൽ ഭയങ്കര സന്തോഷമായിരുന്നു. എൻ്റെ അച്ഛനും അമ്മയൊന്ന് ഉള്ളറിഞ്ഞ് ചിരിക്കുന്ന ഞാൻ അന്ന് ആദ്യമായിട്ടാണ് കാണുന്നത്. അച്ഛനെ ഭയങ്കര വലിയ സ്വപ്നമായിരുന്നു എനിക്ക് ഗവൺമെൻറ് ജോലി കിട്ടണത്. അച്ഛനന്ന് ലഡ്ഡുമൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് വീട്ടിൽ നെയ്ബേഴ്സൊക്കെ വന്ന് എല്ലാവർക്കും ഒരുപാട് പ്രതീക്ഷയായിരുന്നു. പിന്നീട് ജോലിയുടെ ആരും ചെന്ന് അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞു ആ പോസ്റ്റിന് വേക്കൻസി ഇല്ലാന്ന്. എന്താന്ന് വെച്ചപ്പോൾ അവർ കൃത്യമായിട്ട് ഒരു ഉത്തരം തന്നില്ല. ഞാൻ വീണ്ടും PSC എഴുതി, കിട്ടി. പക്ഷെ ജോലിയുടെ കാര്യം പഴയ പോലെ തന്നെ. അങ്ങനെ ഞാൻ ഗവൺമെൻറ് ജോലി എന്നുള്ള സ്വപ്നം ഉപേക്ഷിച്ചു. പിന്നീട് അമ്മാവൻ പറഞ്ഞിട്ടാണ് ഞാൻ പുറത്തു പോകുന്നതിനെ പറ്റി ആലോചിച്ച് തന്നെ തുടങ്ങിയത്. അടുത്തുള്ളൊരു ഏജൻസിയിൽ അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞു IELTS ഒന്നും എഴുതണ്ട, അവിടെ ചെന്നാൽ മതി, പഠിച്ചാൽ മതി, വലിയ ശമ്പളമുള്ള ജോലിയൊക്കെ കിട്ടുമെന്ന് പറഞ്ഞു. അതിനവർ ചോദിച്ചത് 30 ലക്ഷം രൂപയാണ്. അത്രയും പൈസ ഒന്നും ഞങ്ങൾക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. എന്നിട്ടും ഏതൊക്കെയോ ബാങ്കിൽ കയറി ഇറങ്ങി ലോൺ എടുത്തും ചിട്ടി പിടിച്ചും ആരുടെയൊക്കെയോ കടമൊക്കെ മേടിച്ച് അച്ഛനും അമ്മയും അത്രയും പൈസ റെഡിയാക്കി എനിക്ക് വേണ്ടി. എന്നിട്ട് ഞാൻ UK-ക്ക് പോയി, കുറെ പ്രതീക്ഷകളുമായിട്ട്. പക്ഷെ ലക്ഷക്കണക്കിന് ആൾക്കാരിൽ ഒരാൾ മാത്രമായിരുന്നു ഞാൻ. ഏജൻസികൾ പറഞ്ഞ പോലെ ഒന്നും അല്ല അവിടെ. ഞാനതൊക്കെയോ സൂപ്പർ മാർക്കറ്റിലും ഹോട്ടലിലും പാത്രം കഴുകി ടോയ്ലറ്റ് കഴുകി എന്തൊക്കെയോ ജോലിയെടുത്ത് അവിടെ ജീവിച്ചത്. എന്റെ ചെലവ് പോട്ടെ, എനിക്ക് മാസം വീട്ടിലേക്ക് അമ്മയ്ക്ക് അച്ഛനും കാശ് അയച്ചു കൊടുത്തില്ലെങ്കിൽ അല്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്നിട്ട് കാര്യമില്ല. എനിക്ക് പഠിക്കാനൊന്നും പോകാൻ പറ്റിയിട്ട് പോലുമില്ല. യൂണിവേഴ്സിറ്റിയിലേക്ക് ഞാൻ ഒരാഴ്ച പോയിട്ടുള്ളൂ. എന്റെ മാനസികാവസ്ഥയും ശാരീരികാവസ്ഥയും ഒന്നും അതുകൊണ്ട് എനിക്ക് പഠിക്കാനൊന്നും പറ്റിയിട്ട് പോലുമില്ല. അവിടെ കുറച്ച് മണിക്കൂർ കൂടുതൽ പണിയെടുത്തതിന് സ്റ്റുഡന്റ് വിസയിലുള്ളവരെ ലേബർ സെക്യൂരിറ്റിക്കാരെ ഡീപ്പോർട്ട് ചെയ്യും. കുറെ തവണ ഞാൻ എങ്ങനെയൊക്കെ അവരുടെ കണ്ണിപ്പെടാതെ കഷ്ടിച്ച് രക്ഷപ്പെട്ടു. പക്ഷെ കഴിഞ്ഞാണ് അവരെന്നെ പിടിച്ചു. എന്നെ ഇപ്പൊ തിരിച്ച് നാട്ടിലേക്ക് അയച്ചേക്കാം. എന്നിട്ട് ഞാൻ വീട്ടിൽ പോയിട്ടില്ല. ഞാൻ ഇപ്പൊ മുംബൈയിലുള്ളത്.
ഇവിടെ ഞാൻ ചെയ്യുന്ന പണി എനിക്ക് പുറത്തു വരാൻ ഞാൻ നിർത്തുക. ഞാൻ അവസാനിപ്പിക്കുകയല്ല. ഞാൻ ആരെയും കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല ഈ വീഡിയോ ചെയ്യുന്നത്. പക്ഷെ കുറെ സ്വപ്നമൊക്കെ കണ്ട് ഇവിടുന്ന് പുറത്തേക്ക് പോകാൻ പോകുന്ന ആൾക്കാരല്ലേ, അവരോട് എനിക്ക് ഒരു കാര്യം പറയാനുള്ളൂ. പണ്ട് ഇവിടുന്ന് പോയി രക്ഷപ്പെട്ട കുറെ ആൾക്കാരുണ്ടാവും. പക്ഷെ ഇപ്പൊ അവിടെ ഏറ്റവും കൂടുതലുള്ള എന്നെ പോലത്തെ ആൾക്കാരാണ്. എന്റെ നാട്ടിൽ എനിക്കൊരു ജോലി ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ എന്റെ അച്ഛൻ, എന്റെ അമ്മ, മഞ്ഞുമലരേ മഞ്ഞുമലരേ കണ്ണിൽ നിറയെ മിന്നും മുഖമേ വെള്ളി വെയിലാൽ പൊള്ളും ഉയിരോ തന്നെ ഒരു നാൾ ജന്മം മൊഴിയായി നെഞ്ചിലൊരു നീരിട പന്തലൊരുക്കാൻ മെല്ലെ നിനക്കുറങ്ങാമിനി അവിടെ കുഞ്ഞിതളെ ഓരായിരം കിനാവുമാ അന്തിവെയിലരുകിലാരു നിന്നിടാ തുണയാരു തന്നിടാ കൺമണിയൊരു യാത്ര പോയതോ. ഒരു വർഷം ഇവിടുന്ന് പുറത്തേക്ക് പോകുന്ന കുട്ടികളുടെ എണ്ണം 3 ലക്ഷത്തിന് മുകളിലാണ്. അതിലെ പല കുട്ടികളുടെയും ബുദ്ധിയും കഴിവും പ്രയോഗിക്കേണ്ടത് നമ്മുടെ ഈ നാട്ടിലായിരുന്നു. സാർ ഒരു സ്ഥലത്തും പ്രചരണത്തിന് മറ്റു പോകുമ്പോൾ സാറിന്റെ പിന്നാലെ നിൽക്കുന്ന ആയിരക്കണക്കിന് അണികളിൽ എത്ര പേരാ 40 വയസ്സിന് താഴെയുള്ളവർ? സാറും തിരിഞ്ഞു നോക്കിയിട്ടുണ്ടോ സാർ കഴിഞ്ഞിട്ട് എന്തുമായിരിക്കുമെന്ന്? ഇപ്പോഴും സാറിനെ വിശ്വസിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഒരുപക്ഷെ അവർ പാർട്ടിക്ക് വേണ്ടി കൊടി പിടിക്കാനോ ജയ വിളിക്കാനോ വരില്ല. പക്ഷെ അവരുടെയും കൂടെ വോട്ടിന്റെ ബലത്തില്ല ഇവിടുത്തെ MLA-മാരും മന്ത്രിമാരും അവരുടെ കസേരയിൽ ബലം പിടിച്ചിരിക്കുന്നത്. ഇനിയും സാർ അത് കണ്ടില്ലെന്നടിക്കരുത്. ഈ വർഷം 3 ലക്ഷം പിള്ളേരോട് പുറത്തേക്ക് പോയെങ്കിൽ അടുത്ത വർഷം അത് 5 ലക്ഷം ആവും. 10 വർഷം കഴിഞ്ഞിട്ടോ വൃദ്ധന്മാരുടെ മാത്രം നാടായി മാറും നമ്മുടെ കേരളം. അതെന്തുകൊണ്ടായിരിക്കും? സാർ ഒന്ന് ആലോചിക്കേ. നിങ്ങൾ പറയുന്ന വാക്കുകൾ കൊണ്ടാവരുത്, പ്രവൃത്തി കൊണ്ടായിരിക്കണം ഓരോ വോട്ടും. അതുകൊണ്ട് ഒരു പ്രാവശ്യമെങ്കിലും മതിൽ പോസ്റ്റ് ഒട്ടിക്കാതെ ജയിച്ചു കാണിക്കൂ.